3 വർഷം മുൻപായിരുന്നു നടി അപ്സരയും സീരിയൽ സംവിധായകനുമായ ആൽബിയും തമ്മിലുള്ള വിവാഹം. തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന വ്യക്തി ആൽബിയാണെന്ന് പല അവസരങ്ങളിലും അപ്സര തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം അപ്സര ഭർത്താവിനെ കുറിച്ച് നടത്തിയൊരു പ്രതികരണമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപ്സരയുടെ സഹോദരന്റെ വിവാഹം. ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ആൽബി വിവാഹത്തിന് വന്നില്ലെന്ന് അപ്സര പറഞ്ഞിരുന്നു. എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് മറ്റൊന്നും പറയാൻ അപ്സര തയ്യാറായില്ല. ഇതോടെ അപ്സരയും ആൽബിയും തമ്മിൽ വിവാഹ മോചിതരായെന്ന തരത്തിലുള്ള അഭ്യൂഹം ശക്തമായിരിക്കുകയാണ്. തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഭർത്താവുമായുള്ള നിരവധി ഫോട്ടോകൾ മുൻപ് അപ്സര പങ്കുവച്ചിരുന്നു. എന്നാൽ അടുത്തിടെ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളൊന്നും ഇൻസ്റ്റയിൽ പങ്കുവച്ചിട്ടില്ല. ഇതടക്കം ചൂണ്ടിക്കാട്ടിയാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത്. മാത്രമല്ല, സഹോദരന്റെ വിവാഹത്തിനിടെ അപ്സര പറഞ്ഞ ചില കാര്യങ്ങളും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു. ബിഗ് ബോസ് താരമായ ജിൻഡോയുടെ വിവാഹം മുടങ്ങിയത് സംബന്ധിച്ച ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരിക്കവേ അപ്സര പറഞ്ഞ കാര്യങ്ങളാണ് തെറ്റായ രീതിയിൽ പ്രചരിക്കുന്നത്. നമ്മൾ അധികം ആരെയും വിശ്വസിക്കാതിരിക്കുകയാണ് നല്ലത്. പരിധിയിൽ കൂടുതൽ ആരെയും വിശ്വസിക്കരുതെന്നാണ് തന്റെ അനുഭവങ്ങൾ പഠിപ്പിച്ചത്. നമ്മളോട് സ്നേഹം കാണിക്കുമ്പോൾ നമ്മൾ കരുതും നമ്മളാണ് ഏറ്റവും നല്ല മനുഷ്യരെന്ന്. എന്നാൽ അടുത്തു കഴിയുമ്പോഴാണ് മനസ്സിലാവുക എല്ലാവരെയും അങ്ങനല്ലെന്ന്, ഞാനും അങ്ങനെ തന്നെയാകാം, അറിയില്ല എന്നായിരുന്നു അപ്സരയുടെ വാക്കുകൾ. ഇതോടെ ഇത് ആൽബിയെ ഉദ്ദേശിച്ചാണ് അപ്സര പറഞ്ഞത് എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. കേട്ട പാതി കേൾക്കാത്ത പാതി നടിക്കെതിരെ അധിക്ഷേപവും സൈബറിടത്ത് ശക്തമായിട്ടുണ്ട്. അപ്സരയുടെ ആദ്യ വിവാഹബന്ധം ചൂണ്ടിക്കാട്ടിയാണ് ചിലർ താരത്തെ വിമർശിക്കുന്നത്. കർമ്മ എന്നൊന്നുണ്ട് എന്ന തരത്തിലൊക്കെയാണ് അധിക്ഷേപം. ആദ്യം അപ്സരയുടേത് പ്രണയ വിവാഹമായിരുന്നു. പിന്നീട് ഈ ബന്ധം വേർപിരിഞ്ഞാണ് ആൽബിയെ അപ്സര വിവാഹം കഴിച്ചത്. ബിഗ് ബോസ് ഷോയിൽ വെച്ച് തന്റെ ആദ്യ ബന്ധത്തിൽ നേരിട്ട ക്രൂരതകളെക്കുറിച്ച് അപ്സര സംസാരിച്ചിരുന്നു. എന്നാൽ ഈ വീഡിയോയ്ക്ക് പിന്നാലെ അപ്സരയ്ക്കെതിരെ ആദ്യ ഭർത്താവ് രംഗത്തെത്തി. നടിക്കെതിരെ ഇയാൾ കടുത്ത അധിക്ഷേപം ചൊരിഞ്ഞതോടെ അപ്സര പിന്നീട് ഇയാൾക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതേസമയം യാതൊരു കാര്യവും അറിയാതെ ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നതിനെതിരെ താരത്തെ പിന്തുണയ്ക്കുന്നവർ രംഗത്തെത്തിയിട്ടുണ്ട്. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടുന്നത് എന്തിനാണെന്ന് ആണ് പലരുടെയും ചോദ്യം. അതേസമയം അധിക്ഷേപങ്ങളോടൊന്നും അപ്സരയോ ഭർത്താവ് ആൽബിയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കാനെത്തിയതോടുകൂടിയാണ് അപ്സരയുടെ മുൻവിവാഹത്തിന്റെ കഥകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്സര മുൻവിവാഹത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിലും വീഡിയോയിലൂടെ പറഞ്ഞപ്പോൾ അത് മുഴുവൻ വൈറലാവുകയും പിന്നീട് മുൻ ഭർത്താവ് വന്ന് നടത്തിയ പ്രസ്താവനയും അപ്സരയെ ഏറ്റവും അധികം ബാധിച്ചിരുന്നു. കാരണം താനുമായി വിവാഹബന്ധത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആൽബിയുമായി അപ്സരയ്ക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്നും അതാണ് വിവാഹമോചനത്തിലേക്ക് എത്തിച്ചതെന്നും പിന്നീടാണ് ആൽബിയുമായി അപ്സര വിവാഹം കഴിച്ചതെന്നും തരത്തിലുള്ള നിരവധി ആക്ഷേപങ്ങളാണ് മുൻ ഭർത്താവ് അപ്സരയ്ക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതോടുകൂടി അപ്സരയ്ക്ക് ഹേറ്റേഴ്സിന്റെ എണ്ണവും കൂടി. ബിഗ് ബോസിൽ വരുമ്പോൾ ഏറ്റവും മികച്ച മത്സരാർത്ഥിയായിരുന്നു അപ്സര. മികച്ച ക്യാപ്റ്റനുള്ള അംഗീകാരവും അപ്സര ബിഗ് ബോസ് വീട്ടിൽ നിന്നും നേടിയിരുന്നു. അത്രയ്ക്കും മികച്ച പ്രകടനമായിരുന്നു അപ്സര കാഴ്ചവെച്ചത്. ഒരു ഘട്ടത്തിൽ വിന്നർ അപ്സര തന്നെ ആയിരിക്കുമെന്നായിരുന്നു ആരാധകരുടെയൊക്കെ പ്രവചനം. എന്നാൽ വീട്ടിൽ നിന്നും കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്ന ഒരു എപ്പിസോഡ് ബിഗ് ബോസിൽ ഉണ്ട്. ഇതിന്റെ ഭാഗമായി അപ്സരയുടെ അമ്മയും ആൽബിയും എത്തിയതോടുകൂടിയാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളായത്. ആൽബിയുടെ ചില പെരുമാറ്റങ്ങളും പ്രസ്താവനകളുമാണ് അപ്സരയെ വലിച്ചു താഴെ ഇറക്കിയത്. ആൽബിയുടെ ചില പ്രസ്താവനകൾ കൂടി ബിഗ് ബോസിലൂടെ പുറത്തു വന്നതോടുകൂടി അപ്സരയുടെ വോട്ടിങ്ങിന്റെ എണ്ണം കുറയുകയായിരുന്നു. മികച്ച മത്സരാർത്ഥിയായിരുന്നെങ്കിലും വോട്ടിങ്ങിന്റെ എണ്ണം കുറഞ്ഞതോടുകൂടി അടുത്ത റൗണ്ടിൽ തന്നെ അപ്സര പുറത്തായി. ഇതോടുകൂടി ആൽബിയാണ് അപ്സരയുടെ പുറത്താകലിന് കാരണമെന്ന് തുടങ്ങി നിരവധി ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ വഴിവെച്ചത്. പുറത്തിറങ്ങിയതിനു ശേഷം അപ്സരയും കൂടുതലൊന്നും പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ആൽബി കാരണമാണ് താൻ പുറത്തായതെന്നുള്ള കാരണം അപ്സര അറിഞ്ഞതോടുകൂടിയാണോ ഇരുവർക്കും ഇടയിൽ പ്രശ്നങ്ങളുണ്ടായതെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന അഭ്യൂഹം. മാത്രമല്ല, ആദ്യ ഭർത്താവ് ഇരിക്കെ തന്നെ ആൽബിയുമായി ബന്ധം പുലർത്തി പിന്നീട് ആൽബിയെ വിവാഹം കഴിച്ച അപ്സരയ്ക്ക് കിട്ടിയത് മുട്ടൻ പണിയാണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ സംസാരം. ആദ്യ ഭർത്താവിനെ ചതിച്ചതല്ലേ, അപ്പോൾ അപ്സരയ്ക്ക് ഇതൊക്കെ കിട്ടിയേ തീരൂ. രണ്ടാമത്തെ ആൽബിയിലും അപ്സരയ്ക്ക് നല്ലൊരു വിവാഹ ജീവിതം കിട്ടിയില്ല. ആൽബി തന്നെ അപ്സരയുടെ കുളം തോണ്ടി തുടങ്ങി നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. എന്നാൽ അപ്സരയോ ഭർത്താവ് ആൽബിയോ ഇതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം.